എല്ലാരും ഇങ്ങനെ ചൊല്ലാറ്. എല്ലാ സ്പീച്ചിലും നോക്കിയെങ്കിലും, ഇനി ഏത് വയലിൽ നോക്കിയെങ്കിലും, ഏത് ട്രെയിനിങ്ങിൽ നോക്കിയെങ്കിലും എല്ലാവർക്കും ചൊല്ലുള്ളത് കാലി പെണ്ണിങ്ങര വിഷയമുള്ളാണ്ട് വേറെ ഒന്നും ഇല്ല. പെണ്ണിങ് ശരിയാവണം, അതാവണം, ഇതാവണം. മാപ്പിളമാരെ വിഷയമേ ഇല്ല അല്ലേ? ഓക്കെ, ഇന്നത്തെ ലൈവില് നമുക്ക് ആ ഒരു വിഷയത്തിൽ പെഞ്ഞായിമാരൊട്ടിಗೆ ഇഷ്ടയില്ലാത്ത, പെഞ്ഞായിമാരൊട്ടിಗೆ അവർ തിരിസയില്ലാത്ത ചില മാപ്പിളമാരെ വിഷയം എന്ന് രണ്ട് നമുക്ക് ഡിസ്കഷൻ ആക്കാം. റെഡിയല്ലേ നിങ്ങ? അപ്പൊ ഇണ്ട് എല്ലാരും നല്ല എനർജറ്റിക് ആയിട്ടുള്ളാരോ? ഓക്കെ, ഇതൊക്കെ എന്തായാലും കേൾക്കണു, എന്തായാലും കേൾക്കണു. ഓക്കെ, ഞാൻ എല്ലാ ഇതിലും കേൾക്കുറേ. ನಂಗ ಸರಿ ಇಲ್ಲ ಇಂದು ನಂಗೆ ಆರದು മാപ്പിളർദിലും എന്ന് നമുക്കത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്ന് പഠിക്കാം. അതില് ഫസ്റ്റ് വൺ, അതില് കുറെ ഓരോ ലൈവിൽ നമുക്ക് അങ്ങനത്തെ കുറെ വിഷയമെല്ലാം നമുക്ക് ഡിസ്കഷൻ ആക്കിക്കൊണ്ട് പോവാം. അതില് ഫസ്റ്റ് വൺ, ഈ പെഞ്ഞായിരൊട്ടിಗೆ പിരിസയില്ലാത്ത ആറ് മാപ്പിളരെ ക്വാളിറ്റി ചൊന്നെങ്കിൽ അവന്റെ വിഷയങ്ങൾ എല്ലാം കറക്റ്റ് ആയിട്ട് ടൈം ടു എല്ലാം നടക്കും. ഇനി ചിലപ്പവന് അതല്ലെങ്കിൽ ഈ പെഞ്ഞ എല്ലാം ടൈം ടു ടൈം എല്ലാം ആക്കി കൊടുക്കും. ബട്ട് ഓണുക ആ പെഞ്ഞായിര വിഷയത്തിൽ അല്ലെങ്കിൽ പെഞ്ഞായിര ഒരു കാര്യത്തിലും ഓണുകൊരു മൈൻഡേ ഇല്ലവോ, അപ്പുറത്തേക്ക് ശ്രദ്ധിക്കില്ല, ഒരു ടൈം പോണുകില്ലവോ, ഓണ് ഓണ്ടതായിട്ട് പോ, ഓണായിട്ട് ഓണ്ട ഹാളായിട്ട്. ഈ പെഞ്ഞായതിരെ അവര് ചോണ്ടാടാ ഇല്ലേ അതാ ഇതാ അങ്ങനത്തെ ഒരു വിഷയത്തിൽ ഒരു മൈൻഡ് ആക്കുമ്പോൾ ടൈമില്ല. എല്ലാ കുറെ പെണ്ണികളെ ചിരിച്ചോണ്ടുള്ളാറോ എന്തായാലും അങ്ങനെ ചിരിക്കൊക്കെ വേണായിട്ടല്ല, ഇത് ഞങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു ടൈപ്പ് വേണായിട്ട്. അപ്പൊ ഈ ഒരു മാപ്പിളയുടെ അവസ്ഥ ചെന്നെങ്കിൽ അവൻ്റെത് എല്ലാം, അവന്റെ ഫുഡ് ആവട്ടെ, അവന്റെ എന്തൊരു ഡ്രസ് ഇറതാവട്ടെ, ഇസ്തിരിട്ട് വെക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ ഓന്റെ ഷൂ ആവട്ടെ, അവന്റെ എല്ലാ വിഷയം അവനക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എല്ലാ വിഷയം അവനക്ക് എല്ലാം കറക്റ്റ് ടു ടൈം എല്ലാം നടക്കണം. അല്ലെങ്കിൽ ഈ പെഞ്ഞായി എന്താ അവന് എല്ലാം ആക്കി കൊടുക്കണം. അതല്ലെങ്കിലോ അവൻ്റെ ഇളകരുത്. പെഞ്ഞായി കൂടെ എന്തു ആയെങ്കിലും ഇങ്ങനത്തെ ഒരു മൈൻഡ് പോലും ആ ഒരു മാപ്പിള മറകിക്കില്ല. അവന്റെ ഹാളിಗೆ പോണ്ട, ജാവ 12 ഗಂಟೆಗೆ ಬಂದ, അതില് പിന്നെ മൊബൈലിൽ കുറെ ഒത്തിട്ട് അങ്ങനെയും ടൈം പോണ്ടു. അല്ലെ പണി എത്ര ഗಂಟೆ തീർന്ന് 6 ഗಂಟೆಗ 8 ഗಂಟೆಗ അത് ഇതെല്ലാം തീർന്നിട്ടിക്കു എന്നെങ്കിൽ പോലും നൈറ്റ് ഡ്യൂട്ടി ഏത് ചങ്ങായിമാരൊട്ടിಗೆ ഓളു ഈ ചോറ് മുന്നാട്ട് കാത്തിട്ട് പിന്നെ എന്തിനാക്കറേ അവനക്കൊരു അങ്ങനത്തെ ഓള് കാത്തോണ്ടുള്ള ആള്, ഓള് പാവ അവളെ ഈ കാലി ചെറിയ മക്ക അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല തോന്നുന്നു. അതായിട്ടൊരു ഒന്നാമത്തെ പെഞ്ഞായിമാരൊട്ടിಗೆ ഇഷ്ടയില്ലാത്ത, തിരിസയില്ലാത്ത മാപ്പിളരെ ഒരു സിംറ്റംസ്. രണ്ടാമത്തേത്, ആ ഔത്തര പണിയില്ല ഈ പെഞ്ഞായി എല്ലാം എടുക്ക്. ഒരു സുബൈക്ക് പിടിച്ചിട്ട് ജാവ് 10 ഗಂಟೆ 12 ഗಂಟೆ തോളും ഔത്തര പണി ഇത്ര എടുക്കാള്. അവൾ അതിനിടയ്ക്ക് മക്കളെയും നോക്കണു, മക്കളെയും സ്കൂളിൽ കടത്തണു, അവിടെ അതിനിടയ്ക്ക് എന്തൊരു സ്റ്റോറും പോണു, അതിനിടയ്ക്ക് ടീച്ചറെ അങ്ങ് കോള് വന്നപ്പ അങ്ങനെ ബാക്കിലും അവിടെ മീറ്റിംഗും പോണു, അവന്റെ പ്രോഗ്രസ് കാർഡ് കാണുകയും പോണു. അവിടെ കിടാവു അങ്ങ് ഗളട്ടയ്ക്കുള്ള അവൻ അടിച്ചിടാറുള്ള അങ്ങനെ വേറെ പാരന്റ്സ് വന്നിട്ട് എന്തിനുള്ള ഇവിടെ കംപ്ലൈന്റ് ചെന്നിടാറുള്ള അതുക്കും ഇവിടെ കോള് പണ്ടാറിയേ ഓലെ. അതിൽ എല്ലാത്തിലും ഇടപെടുന്നത് മാറേ ഓലെ. അത്രയും അധ്വാനവും അത് ഫുഡ് വിഷയത്തിലാവട്ടെ, ബാക്കി ഇത്ര ഇടപെടുന്ന എല്ലാ വിഷയത്തിലാവട്ടെ, ഓണുക ഒരു വിഷയത്തിലുള്ള ഒരു മൈൻഡേ ഇല്ല. എന്തു ഇന്നില്ലെങ്കിൽ എന്തൊരു അവർ ഇന്നത്തെ ഫുഡ് മാഷാല്ലടി നല്ല ഉഷാറായടി, അവർ പലക്ക പൊളിച്ചൊന്നെങ്കിൽ ഓൾക്ക് വലിയൊരു ആശ്വാസമാണ്. അല്ലെങ്കിൽ കിട ഒരു വിഷയത്തിൽ അവിടെ പ്രോഗ്രസ് കാണുന്നത്, അല്ലെങ്കിൽ ഇത് ഇപ്പല്ല ഏത് SIR ഇതെല്ലാം നടന്നിട്ടുണ്ടല്ലേ, അതൊക്കെ പോകുമ്പോലെ അല്ല. അതിലൊരു വേറൊരു പോസിറ്റീവ് ഉണ്ടാവും. എന്തൊരു
ഈ അബ്ബറബ്ബറാറ് അബ്ബറബ്ബറയും എല്ലാരും കുറെ പഠിച്ചാർ മാത്രം ആറ് ഓള് ഇത് ഞങ്ങൾക്കെಲ್ಲ ഇപ്പൊ അബരബര പേരെല്ലാം ഞങ്ങൾക്ക് ഒന്നുണ്ട് അതിലേതെങ്കിലും പായസന്മാർ ഇന്നത് കൊണ്ടിട്ടു എല്ലാരും SIR ഉൾഗൈത്തി എല്ലാരും കൂടെ ഉദരം ഉള്ളാറ് അതല്ലെങ്കിൽ ഞങ്ങളെല്ലാം പാകിസ്ഥാൻ പോണേ നാളാമത് അപ്പൊ ആ ഒരു വിഷയത്തിൽ പോലും അവള് ഇത്ര എല്ലാം ഇതിന്റെ ബാക്കിൽ കൂടിയിട്ട് ആക്കിയിട്ട് പോലും ഒരു നല്ല ഒരു പഴക്ക പോലും ഇല്ലാത്ത വിജയമാർ ആ ഒരു മാപ്പിളയുടെ ഭാഗത്തില് പിന്നെയും എന്തൊരു ഗടി അവിടെ എന്തെത്തിത്തരേ ഇവിടെ എന്തെത്തിത്തരേ ഇതെന്തെത്തി ഗടി അതാടാ ബെഡ്ഷീറ്റ് കാണില്ലേ ഇത് കാണില്ലേ ഇത് എന്തൊരിത് കഥമ ഞങ്ങളുടെ ടെൻഷൻ ആയിട്ട് പണ്ട് ഓളെന്തൂടെ കളിക്കണമാ അല്ല ഞങ്ങളുടെ ഞങ്ങൾക്ക് ആക്കരുത് അതീതല വലിയ അപ്പൊ ഇങ്ങനെ ആക്കരുത് അങ്ങ് ആക്കരുത് ആയിരെങ്കില് ഒരെണ്ണ തെച്ചു നോക്കും കൊറോണത്തെ ടൈമിലുള്ള കുറെ പഠിച്ചാണ് അല്ലേ കൊറോണത്തെ ടൈമിൽ കുറെ കുറെ ആൾമാർ വൈറസത്തെ പോയിരോ ഒന്ന് ജിമ്മ് കൊണ്ടിട്ടില്ലാണ്ട് സ്വഭയിച്ചിട്ട് ഈ മാപ്പിളായ തെല്ല് ജാളടിച്ചിട്ട് അടിച്ചിട്ട് തോത്തിട്ട് കൊടുത്തെങ്കില് ഓന്റെ വയറാതെ ഇതെല്ലാം പോവും ഒക്കെ ഇപ്പെല്ലാം ഒരു പുതിയ ടൈപ്പിലുള്ള ഇതെല്ലാം തുടങ്ങിയിരിപ്പ ഒക്കെ നേരതാ ഇത് വെറുതെ ചൊല്ലല്ല ഇതിപ്പോ മുജാനത്തോറും നീ സോഷ്യൽ മീഡിയയില് നല്ല ഒരു വൈറലായ ഒരു വീഡിയോ എന്തിരെ ഈ ബോഡി അതിരെ തടി കുറക്കോಗು വയറ് പോകില്ലേ ഒരു എക്സസൈസ് ജിം ഒരു ട്രെയിനർ കൊടുത്ത എക്സസൈസ് എന്തുണ്ടാ ഒരു തുണി കൊടുത്തിട്ടു അതിലിങ്ങനെ ചപ്പാട്ടി ചന്ത അതിലൊരു 10-20 പെണ്ണിങ്ങ ഈ ട്യൂട്ടർ എന്തിനാക്പಟ್ರೆ ഇದ್ರ ചപ്പാത്തി ജണ്ടാ ಬತ್ತದ ಇಡೀ ಅವಿടുത്തെ ഇങ്ങനെ തോത്തുപಟ್ರೆ ഇതിലെന്തരೈತಿ കറക്റ്റ് എക്സസൈസും അത് ഇതെല്ലാം അടിപൊളിയായിട്ട് നടത്തിയിട്ട് ഇതെല്ല പണ്ടെല്ലാം ഞങ്ങളുടെ ഉമ്മമാര് അത് ഇതെല്ലാം ആക്കിക്കൊണ്ട് തിന്നാറ് അത് കൊത്തിട്ട് അതിന് ആഫിയത്ത് ಅಂತ ಅದ್ರ ಆರೋಗ್ಯ ಅಂತ ಎಲ್ಲ ನಿಂತು റൈറ്റ് ഇപ്പൊ ഇതെല്ലാം എന്തിനാ ഇരൊന്നു ಇದಕ್ಕೆ പോലും പൈസ 800 രൂപ 1000 രൂപ 2000 രൂപ എല്ലാം കൊടുത്തിട്ടു ഇങ്ങനത്തെ ജിമ്മ് പോകുമ്പോണ്ട് അവിടെ പണിപ്പെട്ടത് അതേ പണി ഞങ്ങൾ ഔത്തും ആക്കിയെങ്കിലും ഞങ്ങളുടെ തടിയും കുറയാത്ത് വയറും പോയിരാത്ത് എല്ലാം വയറത്ത് റൈറ്റ് അപ്പൊ ഇതെല്ലാമാണ് ചൊല്ലുമ്പോ നിങ്ങൾക്ക് അർത്ഥാവറായിട്ട് ഇപ്പല്ലേ അതായത് വെറും ഇത്ര അധ്വാനിച്ചാൽ അത് ഞങ്ങക്ക് ആണിങ്ങായ ഞങ്ങൾക്ക് ഒരെണ്ണാൾ ഔത്ത് വെച്ചെങ്കുന്താവും കറക്റ്റ് ഏത് മെന്റാലിറ്റിയില് തെക്കോണു എന്താ അങ്ങനെ ദൗത്ത് തെക്കല്ലേ ഒരാൾമാരെ കേൾക്കറല്ലോ ആണിങ്ങ അങ്ങനെ ദൗത്ത് തെക്കല്ലേണ്ട് ഒക്കെ ഇത്ത് തെക്കറ ഏതില് എങ്ങാണ്ട് ഇന്നെങ്കിലും പോലും ഇതിലേക്കറ ഇനി മല വന്നിട്ട് വേണമെങ്കിൽ പുറത്ത് പോയെങ്കിലും ഇതിലേക്കറ അവളവിടെ എന്തിനാക്കറാണ് അറിയിക്കടി ചോറൈറ്റ്ലി എത്ര ഗಂಟೆ ಐತಿ ಗಂಟೆ 3 ಐತಿ എന്തിരേ അത് ചൊല്ലുക ഈസി ഒരെണ്ണാളാക്കിയിട്ട് നോക്കും ഒരെണ്ണാള് ഈ പെണ്ണിന്റെ സ്ഥാനത്തുള്ള ഒരാണ് നിൽക്കും അപ്പ കൊന്താവും എന്തിര് ഇവള് അധ്വാനിക്കുന്ന അധ്വാനം എത്ര ഓള് എത്ര കഷ്ടപ്പാട് വേണ്ടാവ് ഒരു രണ്ട് മക്കം കൂടി ഇന്നെങ്കിലും പിന്നെ ചൊല്ലമേ വേണ്ട കൂടെ ഒന്നു ഇതൊക്കെ ഇത് ആ ജ്യൂസ് മിഷീൻ അത് ഇത് കറിയിട്ടുമ്പോ അവിടെ പാന്റ് ഇവിടെ ഗണ്ടാകുമ്പത്തേക്കും അവിടെ പാന്റ് തുടങ്ങി എത്തിത്തോടെ എന്തിര് അതിന് വർക്കൊക്കെ വേണായിട്ട് ഓള് വന്ന കഷ്ടപ്പാട് എന്തിര് ശരിയെത്തതാ യാറബ്ബ് അവൾക്ക് പാട്ട് പണ്ട് പഠിച്ച എല്ലാ പാട്ട് പോലും പാടിയിട്ട് അവൾക്ക് തീർന്നു വർഗരങ്ങള് അവൾക്കുള്ള എല്ലാം ഏതുള്ള മറുപടി ಅದಕ್ಕೆ ലാസ്റ്റ് എന്തൊരു പടി അതേ പിന്നെയും കണ്ടിന്യൂ ആക്കിയിട്ടുണ്ട് ചില ആൾമാര ഒട്ടകങ്ങൾ വരി വരി വരിയായി പിന്നെയും വരി അത് പാട്ട് തീരാത്ത പാട്ട് ആ പാട്ട് പാടിട്ടു ചില പക്കുന്ന ഉറങ്ങറില്ല ഇത് വറങ്ങിട്ട് അത് തെല്ലിങ്ങനെ കണ്ടോട്ട് വെട്ടി ഇപ്പുറത്ത് വന്നിട്ട് ജ്യൂസ് മിഷേന അത്ര ഇതെല്ലാം ഇടുമ്പോൾ ഇതര സൗണ്ടിൽ ഹാൻഡ് കൂടെ ഗറാണ്ട് കേൾക്കുമ്പോൾ പറഞ്ഞാണ്ട് ഹാൻഡ് കേൾക്കാൻ തുടങ്ങി ഇതെല്ലാം കറക്റ്റ് ഞങ്ങ ഒരു നാള് അല്ലെങ്കിൽ ഒരു 2 നാള് 3 നാള് കറക്റ്റ് ഒരു പെഞ്ഞായ അവളുടെ അവള് ഓരോ നാളത്തെ ഔത്തുള്ളിലെ ഫുഡിന്റെ വിഷയത്തിലാവട്ടെ വാഷയുടെ വിഷയത്തിലാവട്ടെ ക്ലീനിങ്ങിന്റെ വിഷയത്തിലാവട്ടെ മക്കളെ മാനേജ് ആക്കുന്ന വിഷയത്തിലാവട്ടെ എവ്രി വൺ ഞങ്ങ ഒന്ന് തെല്ല് ഒബ്സർവ് ആക്കിയെങ്കിൽ ഞങ്ങൾക്ക് കൊന്താവുള്ളൂ പിന്നെ ഞങ്ങ ആ ഒരു ടൈപ്പുള്ളൂ അവിടെ എന്തിനെ ഇവിടെ എന്തിനെ ഒരു വളക്കവും ചൊല്ലാല്ലേ അവരെ ഞങ്ങ പോയിട്ട് മെല്ലെ പോയിട്ട് ആക്കിട്ട് വിടുവാ എന്തേ അവള് മിഷനറി എന്തോ അല്ല അവളും 3-4 പെത്തവള് അല്ലെങ്കിൽ ആ കിടാവറിയും ആ ടൈപ്പിലും മാനേജ് ആക്കറവല്ലേ ശരിയത്തെ വിഷയമല്ലത്
റൈറ്റ്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇതായിട്ട് രണ്ടാമത്തേത്. കാരണം രണ്ടാമത്തേത് പോയിന്റ് എത്തിയിട്ടല്ലേ, അവളാക്കർ അത്രയും ഔത്തര ആക്ടിവിറ്റീസ് ഫുഡും അത് ഇത് എല്ലാക്കെങ്കിലും ഒരു മൈൻഡും ആക്കിയതുക്കുള്ള ഒരു മൈൻഡും ഇല്ല. രണ്ടാമത്തെ അങ്ങനെ ചെറിയ ചെറിയതിരെ അങ്ങനെ എന്തിനാക്കിണ്ടിരിക്കേ കുറ്റപ്പെടുത്തി പോകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇത് അങ്ങനത്തെ ಕ್ವಾಲಿಟಿ ಉಳ್ಳವನು ಅವನು ಸ್ವಂತ ಪೆഞ്ഞായിരൊട്ടിಗೆ പിരിസെന്നവന് അല്ല. ആ ഒരു രണ്ട് പോയിന്റ് ഇന്നത്തെ ഈ ലൈവിൽ ഞങ്ങൾ പഠിക്കും. ഇതിന്റെ പെണ്ണിങ്ങല്ല നല്ല എനർജറ്റിക് ആയിട്ടുള്ള അല്ലേ, അങ്ങനത്തെ കുറെ വിഷയവും ഞങ്ങൾക്ക് ഇതിരെ റിയൽ എന്തിനുണ്ട് ഞങ്ങൾക്ക് പഠിക്കും. റൈറ്റ്. എന്നെങ്കിൽ ഞങ്ങൾക്ക് നാളത്തെ ലൈവിൽ ഞങ്ങൾക്ക് കാണാം. നൈസ് ടു മീറ്റ് യു. സീ അഗൈൻ.